നമ്മുടെ ആൺകുട്ടികൾ സമൂഹത്തിൽ പുറകോട്ട് പോവുകയാണോ? പ്രത്യേകിച്ച് ക്ലാസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സ്കൂളുകളിലെ ക്ലാസ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ വളരെ മിടുക്കരായി മുമ്പോട്ട് വരികയും ആൺകുട്ടികൾ ആ സ്പേസെല്ലാം അവർക്ക് വിട്ടുകൊടുത്ത് പതുക്കെ പുറകോട്ട് വരുന്നതായിട്ടും പലയിടത്തും കാണുന്നുണ്ട്. ഒരുപാട് വീടുകളിൽ പേരൻസ് ആൺകുട്ടികളെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയില്ലാതെ ആകെ കൂടെ വളരെ കൺഫ്യൂഷനിലാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പേരൻറ്റിങ് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കൺഡ്യൂസീവായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് പല വീടുകളിലും ഇല്ല. പലപ്പോഴും സ്കൂളിൽ അവർ ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്നില്ല, ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ല. വീടുകളിലും അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം പലയിടത്തും ഇല്ല. അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല പേരൻറ്റിൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് അപ്പന്മാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള നല്ല മോഡൽസ് പലപ്പോഴും അവർക്ക് ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആൺകുട്ടികളെ സംബന്ധിച്ചുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വില, അതിൻ്റെ ഒരു സാധ്യത, ഇതൊന്നും പലപ്പോഴും ആൺകുട്ടികളെ ഒരു ടീനേജിൽ തന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ലക്ഷ്യബോധങ്ങളില്ല. എങ്ങനെയെങ്കിലും ഒരു കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ബൈക്ക് വാങ്ങിക്കുക, ഒരു ഫോൺ വാങ്ങിക്കുക, ഇതിനപ്പുറത്തേക്ക് പലപ്പോഴും അവരുടെ ലക്ഷ്യങ്ങൾ വരുന്നില്ല. ഒരു സ്ക്രീനിനകത്ത് പലപ്പോഴും ഇത്തരം കുട്ടികൾ പെട്ടുപോകുന്നു. സമൂഹത്തിലെ പല ചതിക്കുഴികളിലും അവർ വളരെ ചെറിയ പ്രായത്തിലേ പോയി പെട്ടുപോകുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ആൺകുട്ടികളെ ഫലപ്രദമായി രക്ഷിച്ചെടുക്കാൻ കഴിയുന്നത്? കാരണം പെൺകുട്ടികൾ വളരെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവർക്ക് അനുസൃതമായ പങ്കാളികളായി ആൺകുട്ടികൾ ഈ സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്ത് വരണം. ഇല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥയെ ഭീകരമായിട്ട് ബാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആൺകുട്ടികളെ കുറച്ച് നേരത്തെ പിടിച്ചെടുത്ത് അവരെ അവരുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ, അവരുടെ ഭ്രമണപഥത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന, അതിനെക്കുറിച്ചാണ് വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു സ്കൂളിലെ പേരൻസിനെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഏജ് വൈസ്, അല്ലെ കുട്ടികളുടെ പ്രായം അനുസരിച്ച് ട്രെയിൻ ചെയ്യുന്നൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ പല സെഷൻസായിട്ടാണത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജൂനിയർ ക്ലാസ്സിലെ കുട്ടികൾ, മിഡിൽ സ്കൂളിലെ കുട്ടികൾ, ഹയർ ക്ലാസ്സിലെ കുട്ടികൾ, അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് പ്രോഗ്രാം ചെയ്തു വന്നപ്പോൾ പ്രത്യേകിച്ച് ഓരോ സെഷൻ കഴിയുമ്പോഴും പേരൻസിനൊക്കെ എന്നെ വന്ന് കാണാനും എന്നോട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരവും സമയമൊക്കെ ആ പ്രോഗ്രാമിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രധാനമായിട്ടും അവരുടെ കൺസേൺസ് എല്ലാം വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് പേരൻസ് ആൺകുട്ടികളെ പറ്റി വളരെ വറീഡാണ്. അല്ലെങ്കിൽ അവരുടെ ആൺകുട്ടികളായ മക്കളെ പറ്റി അവരാകെ കൂടെ ടെൻഷനിലാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയത്തില്ല. പല കുട്ടികളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ കുഴപ്പത്തിലായിക്കഴിഞ്ഞു. അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയും ഇല്ല. അപ്പം അങ്ങനെ ഒരു റിപ്പീറ്റഡായിട്ട് അങ്ങനെ പേരൻസിനെ ഒരുപാട് പരിചയപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു വേദനയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഈ കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ അവരുടെ ബാല്യത്തിലും കൗമാരത്തിലും ഒക്കെ തന്നെ പ്രശ്നത്തിലായിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനൊരു സൊല്യൂഷൻ പലപ്പോഴും പേരൻസിന് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സ്കൂള് വളരെ ദർശനത്തോടു കൂടി അത്തരം ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു. കാരണം അത് വളരെ പെയിൻസ്റ്റേക്കിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പം സ്കൂളിൻ്റെ വർക്കിംഗ് ഡേയിൽ തന്നെ അവരുടെ പഠനത്തെ ഒന്നും ബാധിക്കാതെ പേരൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യാനുള്ളൊരു വലിയ പ്രോജക്റ്റ് സ്കൂൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്തരം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനെങ്കിലും സാധിച്ചത്. അവർക്കത് വെൻറ്റിലേറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും അത് ആരോട് സംസാരിക്കണം അതിനുള്ളൊരു വേദിയുമൊക്കെ അവർക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരുപാട് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ബോയ്സിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്ന് ക്ലാസ്സുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സ്കൂളിലെ ക്ലാസ്സുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ആൺകുട്ടികൾ പുറകോട്ട് പോവുകയും പെൺകുട്ടികൾ വളരെ സ്മാർട്ടായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്നാന്ന് ചോദിച്ചാൽ, വീട്ടിൽ അമ്മമാരുടെ സാന്നിധ്യവും അമ്മമാരുടെ ടൈമും, പൊതുവേ അമ്മമാർ അപ്പന്മാരെ അപേക്ഷിച്ച് പല വീടുകളിലും കൂടുതൽ എഡ്യൂക്കേറ്റഡും ഒക്കെ ആയതുകൊണ്ട് പെൺകുട്ടികൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഒത്തിരി കൂടുതൽ കിട്ടുന്നുണ്ട്. ഇനി സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മികച്ച ലേഡി ടീച്ചേഴ്സുണ്ട്. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു മെയിലായിട്ടുള്ള ഒരു റോൾ മോഡൽ, അല്ലെ മെയിലായിട്ടുള്ളൊരു മെൻറ്ററൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അപ്പോൾ അത് സ്കൂളിലും കിട്ടുന്നില്ല, വീട്ടിലും കിട്ടുന്നില്ല. അത് ആൺകുട്ടികളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമാണ്. വേറൊരു വലിയ പ്രശ്നം കാണുന്നത്, മലയാളി ഫാമിലികളിൽ അപ്പന്മാർ, പ്രത്യേകിച്ച് പുരുഷന്മാർ മക്കളുമായിട്ട് അത്ര അങ്ങോട്ട് ഇൻവോൾവ് ആകുന്നില്ല. പല വീടുകളിലെയും കാര്യമാണ്, അത് എല്ലായിടത്തും അല്ല.
ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരുപാട് വീടുകളിൽ ഒന്നുകിൽ അവർ വിദേശത്താണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിയിലാണ്. ഇനി അടുത്താണ് ജോലിയെങ്കിൽ പോലും വീട്ടിൽ പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു ജോലി അത് ആണുങ്ങളുടെ അല്ല, അല്ലെങ്കിൽ അവർക്കതിനകത്ത് ഉത്തരവാദിത്വമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് കൊണ്ട് ഈ ടീനേജിലേക്ക് വരുന്ന ബോയ്സിനെ സംബന്ധിച്ച് അവർക്ക് അപ്പന്മാരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. അപ്പം വേറൊരു പ്രശ്നം ഞാൻ കണ്ടതെന്നാന്ന് വെച്ചാൽ പല കമ്മ്യൂണിറ്റിയിലും ഇന്ന് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗേൾസ് ഉണ്ട്, പക്ഷെ അവർക്ക് പറ്റിയ ഒരു പ്രപ്പോസൽ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ല ബോയ്സ് എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ പല കമ്മ്യൂണിറ്റിയുടെയും കുഴപ്പമാണ് അവരുടെ ആൺകുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിലും നല്ല ലക്ഷ്യബോധത്തിലും ഒക്കെ എത്തിക്കാൻ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ദൈനംദിനമായി കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ആൺകുട്ടികൾ വിദേശത്തേക്ക് ഓടുന്നു. ഇപ്പം +2 കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ വിദേശത്തേക്ക് ഓടുന്ന ആൺകുട്ടികളെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ സമൂഹത്തിൽ നിന്ന് പോരാടാനുള്ള ശക്തിയില്ലാത്ത കുട്ടികളാണ്. പല കുട്ടികളും ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ഓടുകയാണ്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് ഓടി രക്ഷപ്പെടണം. കാരണം അവർ വളർന്നു വന്നപ്പോഴത്തേക്ക് അവർക്ക് ഈ ലോകത്ത് നിന്ന് ഈ ലോകത്തെ സാധ്യതകളെ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ ലോകത്തെ അവസ്ഥകളെ മെച്ചപ്പെടുത്താനോ ഒന്നുമുള്ള ലീഡർഷിപ്പ് അവരിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും പോയി നമ്മളെ തിരിച്ചറിയാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പല കുട്ടികളും പോകുന്നത്. അല്ലാതെ ഒരു വെൽ പ്ലാൻഡായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വിദേശത്ത് പോയി പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തുന്ന കുട്ടികൾ വളരെ ചെറിയൊരു വിഭാഗമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബോയ്സിനെ കുറച്ചുകൂടെ കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആൺകുട്ടികളെ മെച്ചപ്പെടുത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ, പ്രത്യേകിച്ച് അവരുടെ ബാല്യത്തിൽ തന്നെ അവരെ വളരെ ശ്രദ്ധിക്കണം. പല വീടുകളിലും ഈ പേരൻസൊക്കെ ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ കുട്ടികളൊന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങ് വരാം, അല്ലെങ്കിൽ വളർന്നു കഴിയുമ്പോഴത്തേക്ക് അവരെ അങ്ങ് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലരും അത് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഗ്രാൻഡ് പേരൻസിന് പേരൻറ്റ് ചെയ്യാൻ പറ്റില്ല. പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ കുറേ ഭക്ഷണം കൊടുക്കൽ മാത്രമൊന്നും അല്ല, അല്ലെങ്കിൽ അവരുടെ ചിലവുകളെ സ്പോൺസർ ചെയ്യുക എന്നുള്ളതല്ലല്ലോ പേരൻറ്റിങ് എന്ന് പറയുന്നത്. പേരൻറ്റിങ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കറക്ഷൻസ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, അതിനകത്ത് സ്കില്ലിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. പേരൻറ്റിങ്ങിനകത്ത് ഒരുപാട് ഇമോഷണൽ കണക്ഷൻസ് ഉണ്ട്. പക്ഷേ ഗ്രാൻഡ് പേരൻറ്റ് പലപ്പോഴും ചെയ്യുന്ന ഒരു പാമ്പറിങ് ആണ്. കാരണം മക്കൾ അവരെ ഏൽപ്പിച്ചിട്ട് പോയതാണ്, വലിയ കുഴപ്പമൊന്നും വരാതെ അവർ വരുമ്പോൾ തിരിച്ചു കൊടുക്കാനായിട്ട് അവരെ ഇങ്ങനെ പാമ്പർ ചെയ്ത് വയ്ക്കാനേ ഗ്രാൻഡ് പേരൻസിന് നല്ലൊരു ശതമാനത്തിനും കഴിയുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളോട് ഒരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു ടഫായിട്ട് സ്ട്രിക്റ്റായിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ കാര്യങ്ങളൊന്ന് അസർട്ടീവായിട്ട് പറയാനൊന്നും ഗ്രാൻഡ് പേരൻസിന് സാധിക്കത്തില്ല. അപ്പോൾ ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ കൊടുത്ത കുട്ടികളൊക്കെ പലപ്പോഴും പാമ്പേർഡ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അത് തന്നെ പലപ്പോഴും വലിയൊരു അപകടമാണ്. ചെറിയ പ്രായത്തിൽ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം നാട്ടിൽ തന്നെ ജോലിയുള്ള ഒരു ബാങ്കിൽ ജോലിയുള്ള ഒരു ഹസ്ബൻഡും വൈഫാണ്. അവർ ഗ്രാൻഡ് പേരൻറ്റിനെ ഏൽപ്പിച്ചിട്ട് അവർ ബാങ്കിൻ്റെ പുറകിന് നടക്കുകയാണ്. രാത്രി 9 മണിയാകുമ്പോൾ അമ്മ വരും, അപ്പൻ വീട്ടിലേക്ക് വരുന്നുമില്ല, കാരണം ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ കുട്ടിയുമായിട്ട് ആ പേരൻറ്റിന് യാതൊരു ബന്ധവുമില്ല. കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ടീനേജൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ അടുത്തോട്ടൊക്കെ ട്രാൻസ്ഫറൊക്കെ ആയിട്ട് വന്ന്, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നിടത്തേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നു, കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കുട്ടി കണക്റ്റ് ആവില്ല. അപ്പോൾ ചെറിയ പ്രായത്തിലെ കുട്ടികളെ ഏറ്റെടുത്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പിന്നെ വിദേശത്തൊക്കെ 40,000 രൂപ 50,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന പല ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലും വന്ന് കഷ്ടപ്പെട്ടാൽ ഇവിടെ അത്രയും പൈസയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഒരു വലിയ ഗുണം എന്നാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കുട്ടികളുമായിട്ടുള്ള ബന്ധം അത് വലിയൊരു മീനിങ് അഫെയറാണ്. അപ്പോൾ അത് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ പോലെ, സാറേ ഇവിടെയാണെങ്കിൽ 30,000 കിട്ടും, അവിടെ 40,000 കിട്ടും. ഞാൻ പുള്ളിയോട് ചോദിച്ചു, 40,000 കിട്ടുന്ന അത് ഖത്തറിലാണെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഖത്തറിൽ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്? പുള്ളി 12 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് പുള്ളിക്ക് അവിടെ 40,000 കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ 12 മണിക്കൂർ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ അതെല്ലാം സാധിച്ചെടുക്കാൻ സാധിക്കും. എല്ലാ രാജ്യത്തും ഇന്ന് ഏറെക്കുറെ റെമ്യൂണറേഷനൊക്കെ ഏറെക്കുറെ ഒരുപോലെയാണ്. നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു, നമ്മൾ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നു, നാട്ടിൽ വരുമ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെടാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്കിവിടെ വരുമാനം കിട്ടാത്തത്. പിന്നെ ഈ പറയുന്ന വലിയ വരുമാനമൊന്നും നമ്മുടെ നാട്ടിൽ എല്ലാത്തരം ആൾക്കാർക്കും ജീവിക്കാൻ പറ്റും. അതിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ ഒരു വലിയ ഗുണം കുട്ടികളെയും കൂടി കൂടെ കൂട്ടാൻ പറ്റുന്നു എന്നുള്ളത് നമ്മുടെ ഭാവിക്ക് വലിയൊരു സുരക്ഷിതത്വമാണ്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ നിലവാരം
കുറച്ച് കഴിയുമ്പോൾ വളരെ മോശമായി കഴിഞ്ഞാൽ നമ്മൾ ഈ നേടിയതും പിടിച്ചെടുത്തതും എല്ലാം നഷ്ടത്തിലായി എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആലോചിക്കുക, ജ്ഞാനത്തോടെ ആലോചിക്കുക. ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ നിലപാടുകളൊക്കെ നാളെ എൻ്റെ കുടുംബത്തിനും എൻ്റെ വീട്ടിലെ കുട്ടികൾക്കുമൊക്കെ പ്രയോജനം ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ച് അത്ര പ്രോബ്ലം വരാത്തത്, പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിലിരുന്ന് ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഗ്രാൻഡ് മദറോ ആരെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് അവരെ നോക്കാനുണ്ട്. സ്കൂളിൽ ചെല്ലുമ്പോഴും അവർ കുറേ കൂടെ കെയർഡാണ്. പലപ്പോഴും സ്കൂളിലും ഈ ആൺകുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. വീട്ടിലവരെ പ്രോപ്പറായിട്ട് പേരൻ്റ് ചെയ്യാനും ആരുമില്ല. അപ്പം ചെറിയ പ്രായം മുതലേ നമുക്ക് ആൺകുട്ടികളിൽ എന്തെല്ലാം ചെയ്യാം, പ്രത്യേകിച്ച് അവരുടെ ബാല്യം ഹാപ്പിയാക്കി മാറ്റാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കണം. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ചെറിയ പ്രായത്തിൽ ഒരു ഭക്ഷണ ക്രമീകരണം, ഒരു ചിട്ട, അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ, കൃത്യമായ സമയത്ത് ഉറക്കം, ഒരു 2 മണിക്കൂർ വൈകുന്നേരം ഇരുന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യം, ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ആൺകുട്ടികളെ ഓർഗനൈസ് ചെയ്ത് ക്യാച്ച് ദം യങ് എന്ന് പറയുന്നത് അവരുടെ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ഈ ആൺകുട്ടികളെ ആ തുടക്കത്തിലേ നമ്മളൊന്ന് പിടിച്ചില്ലെങ്കിൽ പിന്നെ അവരെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഒരു അടുക്കും ചിട്ടയും ഒക്കെ അവരുടെ ജീവിതത്തിൽ വേണം. കൃത്യമായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം, പല ആൺകുട്ടികളും ഭക്ഷണം കഴിക്കുന്നത് TV കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഫോണ് നോക്കിക്കൊണ്ടും ഒക്കെയാണ്. കാരണം അവർ നിർബന്ധം പിടിക്കും, അപ്പോഴത്തേക്ക് ഫോൺ എടുത്ത് കൈ കൊടുക്കും. അപ്പോൾ ചെറിയ പ്രായത്തിലേ അവരെ അങ്ങ് വളരെ മോശമാക്കി കളയുന്ന ധാരാളം പേരൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ പ്രായം മുതലേ ഒരു ചിട്ടയോടും ഒരു ഒരു അച്ചടക്കത്തോടും ശകലം കർശനമൊക്കെ ആവണം. അങ്ങ് അഴിച്ചു വിട്ടല്ലല്ലോ നമ്മൾ കുട്ടികളെ വളർത്തേണ്ട. അപ്പോൾ കർശനമാകേണ്ട ഭാഗങ്ങളിൽ കർശനമാണ്. ഈ സ്ട്രിക്റ്റ് ആകുന്നത് അവരുടെ ഡെവലപ്മെൻറ്റിനെ തടയുന്ന ഭാഗത്താവരുത്, നേരെ മറിച്ച് അവരുടെ സ്വഭാവത്തെ ഓർഗനൈസ് ചെയ്യുന്ന ഭാഗത്താവണം. അവിടെയാണ് ഒരു ജ്ഞാനം നമ്മളെ ഭരിക്കേണ്ടത്. അപ്പം ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ നിയന്ത്രണങ്ങൾ വയ്ക്കുക, എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ അവരെ വളരെയധികം ധൈര്യത്തോടു കൂടി അവരെ വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ബാലൻസിങ് ആണ് ആൺകുട്ടികളെ വളർത്തുമ്പോൾ പ്രത്യേകിച്ച് ആവശ്യം. അപ്പോൾ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് അവരുടെ ബാല്യം നന്നായിട്ട് നല്ല ന്യൂട്രിറ്റീവായിട്ടുള്ള ഭക്ഷണം. പല കുട്ടികളും ബാല്യത്തിൽ തന്നെ ഹൈപ്പർ ആക്റ്റീവാണ്, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്, അതുപോലെ തന്നെ അറ്റൻഷൻ ഡിസോർഡർ ഉള്ള കുട്ടികളാണ്, പലതരത്തിലുള്ള സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളാണ്. ഇതൊന്നും ചെറിയ പ്രായത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് ചെറിയ പ്രായത്തിൽ അതിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് പേരൻസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരു കുഞ്ഞിൻ്റെ ഒരു വ്യക്തിയുടെ ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 10 വർഷമാണ്. ആ 10 വർഷം വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചാലേ, അതാണ് ഫൗണ്ടേഷൻ, അതിൻ്റെ മേളോട്ടാണ് ബാക്കിയൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ അവിടെ മുതൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. ഒന്നാമത് ആൺകുട്ടികളെ ചെറിയ പ്രായം മുതൽ തന്നെ ഒരു റെസ്പോൺസിബിളായിട്ട് വളർത്തണം. അപ്പോൾ അവരെ ചെറിയ പ്രായം മുതലേ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ച് വളർത്തിക്കൊണ്ടുവരിക. പല കാര്യങ്ങളുടെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ കോൺസിക്വൻസസ് അവരെ കൊണ്ട് തന്നെ കഴിവതും നേരിടിക്കാൻ ശ്രമിക്കുക. കൊച്ചു കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ വളരെയധികം ക്ഷമയും ശ്രമവും ഒക്കെ ആവശ്യമാണ്. ആൺകുട്ടികളെ കൊണ്ട് പണിയൊക്കെ ചെയ്യിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും അവരോട് പോയി ചെയ്യടാന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. പക്ഷെ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും ചെയ്യും. അപ്പം അങ്ങനെ അവരെ കൂടെ നിർത്തി അവരെ കൊണ്ട് പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കുകയും ജോലി ചെയ്യിക്കുകയും എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ല. ചിലതൊക്കെ പെൺകുട്ടികളുടെ ജോലിയാണ്, ആൺകുട്ടി അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ആൺകുട്ടികളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പലപ്പോഴും അവരെ നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പിലേക്കും ഒരു ഇൻവോൾവ്മെൻറ്റിലേക്കും ഒക്കെ കൂടെ നിർത്തി ആണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന. അത്തരം കാര്യങ്ങളിലൊക്കെ അവരെ ചെറിയ പ്രായത്തിൽ അങ്ങനെ ജോലി ചെയ്ത് തുടങ്ങുന്ന കുട്ടികൾ വളർന്നു കഴിയുമ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രാപ്തവുമാകും, അതിനുള്ള മനസ്സും കാണിക്കും. രണ്ടാമതായിട്ട് ഈ ആൺകുട്ടികളുടെ പ്രധാനമായ ഒരു പ്രശ്നം ഇമോഷണൽ ടാൻട്രമാണ്. അവർ വൈകാരികമായി ഭയങ്കര ദേഷ്യവും ഭയങ്കര ബഹളവും ഒക്കെ വയ്ക്കുന്ന കുട്ടികളാണ്. ചെറിയ പ്രായം മുതൽ തന്നെ അവരെ ഇമോഷണൽ കൺട്രോൾ പഠിപ്പിക്കുക, അമിതമായ വാശിയൊക്കെ സാധിച്ചു കൊടുത്ത് അമിതമായ അവരുടെ ദേഷ്യമൊക്കെ അംഗീകരിച്ചു കൊടുത്ത് വളർത്തിക്കൊണ്ട് വരരുത്. ചെറിയ പ്രായം മുതൽ തന്നെ വികാരങ്ങളെയൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും വികാര പ്രകടനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ അവരെ പഠിപ്പിക്കണം. എവിടെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത്, ഇതൊക്കെ അവരെ പഠിപ്പിച്ചു കൊണ്ടുവരണം. ക്ഷമയൊക്കെ അവരെ പഠിപ്പിച്ചു കൊണ്ടുവരണം. കാത്തിരിക്കാനൊക്കെ അവരെ പഠിപ്പിക്കണം. ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ അങ്ങ് വാങ്ങിച്ചു കൊടുക്കല്ല. ചിലതൊക്കെ അവരെ ഇച്ചിരി വെയിറ്റ് ചെയ്യിക്കണം. ചില കാര്യങ്ങളിലൊക്കെ അവരെ ഒന്ന് ഒരുക്കിയെടുക്കണം. ചില കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനൊക്കെ റിപ്പീറ്റഡായിട്ട് അതിനുവേണ്ടി ശ്രമങ്ങൾ ആവശ്യമാണ്. നമ്മൾ പറഞ്ഞ ഉടനെ ആൺകുട്ടികളെല്ലാം അങ്ങ് അനുസരിക്കുന്ന കുട്ടികളൊന്നും അല്ല. പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് അതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ചില പേരൻസൊക്കെ പറയാറുണ്ട്, സാറേ എത്ര പറഞ്ഞിട്ടും ഒരു ഗുണവും ഇല്ല. അങ്ങനെയല്ല,
അവർ കേൾക്കുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഈ പിന്നെ ഉപദേശങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും പിന്നെ ട്രെയിനിങ്ങുകളായാലും എല്ലാം ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ അതെടുത്ത് ഉപയോഗിച്ചോളും. പക്ഷെ നമ്മൾ മടുക്കാതെ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഈ ആൺകുട്ടികളെ ഉപദേശിച്ച് പഠിപ്പിച്ച് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. അവർക്ക് വേണ്ടത് നല്ല എക്സാമ്പിൾസാണ്. സോ യു ഹാവ് ടു ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മൾ പേരൻസ് ആരാണോ ആൺകുട്ടികളെ വളർത്തുന്നത് അവരൊക്കെ ആ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. കാരണം ആൺകുട്ടികൾ പലപ്പോഴും നോക്കുന്നത് അവരുടെ പേരൻസ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത്, അവർക്ക് ചുറ്റുമുള്ള പിന്നെ അഡൽട്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, ഓരോ സമയത്ത് എന്ത് നിലപാടാണ് എടുത്തത്, ഓരോ കാര്യങ്ങളുടെ അവരുപയോഗിച്ച മൂല്യങ്ങൾ എന്തൊക്കെയാണ്. ഇതൊക്കെ ആൺകുട്ടികൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട്. ആൺകുട്ടികളുടെ കാര്യം പ്രത്യേകമായിട്ട് പറയുന്നൊരു വീഡിയോ ആണ് ഞാൻ ആൺകുട്ടികളെന്ന് എടുത്തു പറയുന്നതേ ഉള്ളൂ. പക്ഷേ ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ അവരെ കുറച്ച് ഉപദേശിപ്പിച്ചും പേടിപ്പിച്ചും ഒന്നും ഒരു കാര്യവും ചെയ്യിക്കാനായിട്ട് പറ്റത്തില്ല. വാല്യൂസൊന്നും അവരെ പേടിപ്പിച്ച് ചെയ്യിക്കാനായിട്ട് പറ്റത്തില്ല. ആൺപിള്ളേരെ സംബന്ധിച്ച് അവരെ നമുക്ക് കോൺഫിഡൻസിലെടുക്കണമെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവർ എന്താണോ അവർക്ക് മാതൃകയായിട്ട് കൊടുത്തിട്ടുള്ളത് അത്തരം കാര്യങ്ങളാണ് അവരും അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചെയ്യും. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെയാണല്ലോ ചെയ്തത്, അന്നേരം എടുത്ത് ആ കപ്പെടുത്ത് എറിഞ്ഞു പൊട്ടിച്ചത് എന്തിനാണെന്നൊക്കെ അവർ തിരിച്ചു ചോദിക്കും. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മളെങ്ങനെയാണ് പിന്നെ ബിഹേവ് ചെയ്തത്, നമ്മളെങ്ങനെയാണ് ഓരോ കാര്യത്തിൽ ഇടപെട്ടത്, നമ്മൾ ഓരോ കാര്യത്തോടും എങ്ങനെയാണ് പ്രതികരിച്ചത്, ഇത് തീർച്ചയായിട്ടും കുട്ടികൾ കണ്ട് മനസ്സിലാക്കി ആണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് അവർ പലതും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ കാഴ്ചകളുമൊക്കെ ഉന്നതമാകാനായിട്ട് പ്രായമുള്ളവർ വളരെ ശ്രേഷ്ഠതയോടെ ശ്രമിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. പലയിടത്തും പേരൻസിൻ്റെ പ്രോബ്ലം ഇത് തന്നെയാണ്. ഞാൻ പല പേരൻസിനോടും ചോദിക്കുമ്പോൾ ആൺകുട്ടികളുടെ പിന്നെ സ്വഭാവത്തിലുള്ള പല പ്രശ്നങ്ങളും അവർക്കവിടെ വീട്ടിൽ കണ്ട് വളർന്നത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പേരൻസിൻ്റെ മാനസിക ആരോഗ്യമൊന്നും മെച്ചപ്പെട്ടതല്ല, അവരുടെ വൈകാരിക ഒരു കൺട്രോളൊന്നും മെച്ചപ്പെട്ടതല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആൺകുട്ടികളുടെ സ്വഭാവത്തിൽ വളരെയധികം ബാധിക്കും. ഒരു സംശയവും വേണ്ട. കാരണം അങ്ങനെയൊക്കെ അവരോട്, കാരണം നമ്മൾ വളരെ സമാധാനത്തോടും ക്ഷമയോടും സ്നേഹത്തോടും കരുതലോടും ഒക്കെ അവരോട് ഇടപെട്ടില്ലെങ്കിൽ, കൺസിസ്റ്റൻസിയോടെ ഇടപെട്ടില്ലെങ്കിൽ, എപ്പോഴും ഒരു നിലവാരത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ആ കുട്ടികൾ അതിനോടൊക്കെ വളരെ മോശമായ രീതിയിൽ അവരും പ്രതികരിച്ചു തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്വഭാവത്തിലൊക്കെ വലിയ കുഴപ്പങ്ങൾ വരും. നല്ല ആൺകുട്ടികളെയൊക്കെ നല്ല ഒരു ക്വാളിറ്റി ഉള്ളവരാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കൺസിസ്റ്റൻ്റായിട്ടും പീസ്ഫുള്ളായിട്ടും ഒക്കെ അവരോട് ഇടപെടേണ്ടതായിട്ടുണ്ട്. അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അവരെ ഈ ധൈര്യവും സത്യസന്ധതയും ചെറിയ പ്രായത്തിലെ ശീലിപ്പിക്കണം. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പേരൻസ് ആ നിലപാടുകളുള്ളവരാണെങ്കിലേ നടക്കുള്ളൂ. ഒന്ന് എന്തു വന്നാലും സത്യം പറയാൻ അവരെ പ്രേരിപ്പിക്കുക, പഠിപ്പിക്കുക. ഇപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി, ഒരു കുഴപ്പമില്ല. മാർക്ക് കുറഞ്ഞു പോയി എന്ന് വീട്ടിൽ വന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ മാർക്ക് കുറഞ്ഞു പോയി എന്ന് വന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ 5ൻ്റെ ഇപ്പുറത്ത് 1 ഇട്ട്, അല്ലെങ്കിൽ 5ൻ്റെ അപ്പുറത്ത് 0 ഇട്ട് അവർ മാർക്കെല്ലാം പെരുപ്പിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കാണിക്കുക. അത് പിന്നീട് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും, ഏത് വീഴ്ച വന്നാലും, ഏത് തോൽവി വന്നാലും, എന്ത് കാര്യം വന്നാലും ധൈര്യമായിട്ട് ഇവിടെ വന്ന് പറയാം. അപ്പോൾ പറയുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ അതിനോട് ഇടപെടുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത്, ഇതാണ് ആൺകുട്ടികളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് മാറുന്നത്. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ഓപ്പൺ സ്പേസ്, ഒരു ഓണസ്റ്റായിട്ടുള്ള ഒരു പിന്നെ നിലപാടൊരു കുട്ടി എടുത്താൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, അതിനെ എൻകറേജ് ചെയ്യുന്ന ഒരു പ്രതികരണമാണോ വീട്ടിൽ നിന്ന് വരുന്നത്, അത് വളരെ പ്രധാനമായിട്ട് കാര്യമാണ്. അതുപോലെ തന്നെ അവർക്ക് ഏത് സ്ഥലത്തും ഒരു നോ പറയേണ്ടടുത്ത് നോ പറയാനും, ഒരു ചോദ്യം ചോദിക്കേണ്ടടുത്ത് ചോദ്യം ചോദിക്കാനും, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമില്ല എന്ന് പറയാനും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അത് സ്കൂളിലായാലും വീട്ടിലായാലും അത്തരം നിലപാടുകൾ അവർക്ക് ആവശ്യമാണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ഒരു കുട്ടി പിന്നെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്, പിന്നെ ഞങ്ങൾക്ക് PT പീരീഡാണ്, ഞങ്ങൾക്ക് കളിക്കണം എന്ന് ഒരു കുട്ടി ചെന്ന് പറയുമ്പോൾ ആ പ്രിൻസിപ്പൽ മറുപടി പറഞ്ഞത്,
പിന്നെ അതൊക്കെ തീരുമാനിക്കാനാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ ഒരു റൈറ്റാണ് എന്ന് കുട്ടിക്ക് ബോധ്യമുള്ളൊരു കാര്യം, ഒരു 8ാം ക്ലാസ്സുകാരനായ കുട്ടി പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് PT പീരീഡാണ് സാറേ, ഞങ്ങൾക്ക് കളിക്കണം, ഇപ്പം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ കുട്ടി സത്യത്തിൽ വളരെ കറേജിയസ് ആയിട്ട് ഒരു കാര്യം പറയാനായിട്ട് അവിടെ ചെല്ലുകയും ആ കുട്ടി ആ കറേജിൻ്റെ പേരിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മുടെ താൽക്കാലിക ആവശ്യം എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ടീച്ചറെ അവിടെ വിട്ട് സിലബസ് കവർ ചെയ്യുന്നതാണെങ്കിൽ അവിടെ ആ കുട്ടിക്ക് കിട്ടിയ ഒരു മറുപടി, ഒരു ആൺകുട്ടിയെ ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയെ എൻകറേജ് ചെയ്യുന്ന ഒരു പൊസിഷൻ അല്ല അവിടെ ആ പ്രിൻസിപ്പൽ എടുത്തത്. ദറ്റ് ഈസ് വെരി റോങ്. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇത് തന്നെയാണ് വീട്ടിലും സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വല്യപ്പച്ചനോടായാലും അങ്കിളിനോടായാലും പ്രായമായ മറ്റൊരാൾ ആണെങ്കിലും ഒരു നോ പറയേണ്ട അടുത്ത് ഒരു കുട്ടി ഒരു നോ പറഞ്ഞാൽ അവന് ശരിയിൽ നിന്നുകൊണ്ട് ധൈര്യമായി അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ശരി നമുക്ക് അത്ര അങ്ങോട്ട് രസിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ വൈകല്യമാണ്. അപ്പോൾ കുട്ടികളെ ശരിയിലും സത്യത്തിലും നീതിയിലുമൊക്കെ നിൽക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. അത് കറേജിയസ് ആയിട്ട് ആ നിലപാടുകൾ എടുക്കാൻ അവരെ പഠിപ്പിക്കണം. ഇങ്ങനെയാണ് ഒരു ബോയിയെ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് സൗകര്യമുള്ള രീതിയിൽ, ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് കൺവീനിയൻസ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺവിക്ഷൻ. ഇതെപ്പോഴും മനസ്സിലാക്കിക്കണം. നല്ല കരുത്തുറ്റ ആമ്പിള്ളാരെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു കൺവീനിയൻസ് അല്ല, അത് കൺവിക്ഷനാണ്. ചില സമയത്തൊക്കെ നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വരും. ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പിന്നെ ഒരു അധ്യാപകൻ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയായിരുന്നു. ഖലീൽ ജിബ്രാനെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, വില്ല് നന്നായി വളഞ്ഞു വന്നെങ്കിൽ മാത്രമേ അമ്പ് അതിശക്തമായിട്ട് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പറക്കുകയുള്ളൂ. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ വളരെ വളഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തത്തുള്ളൂ. അത് വളരെ പ്രധാനമാണ്. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, തോറ്റു കൊടുക്കുന്നവർക്ക് ജയിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാനുള്ള അവസരങ്ങൾ കിട്ടുള്ളൂ. ഇത് അധ്യാപകരായാലും മാതാപിതാക്കളായാലും പഠിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ നിലപാടുള്ളവരും കറേജിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ ആ നിലപാടുകളെയൊക്കെ സംരക്ഷിക്കുന്ന നിലവാരം നമുക്കുണ്ടാവണം. ആ നിലവാരം നമുക്കില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആ നിലവാരത്തിലേക്ക്, ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നു വരില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ വളരെ പ്രധാനമാണ് കുട്ടികളിൽ എമ്പതിയും കമ്പാഷനും വളർത്തുക. കുട്ടികളിൽ പ്രത്യേകിച്ച് ബോയ്സിനെ സംബന്ധിച്ച് അവർ വളർന്നു വന്ന് അവർ മറ്റുള്ളവരെ മോശിച്ച്, പിന്നെ നമ്മളിപ്പോൾ ഇന്ന് ടോക്സിക് ആയിട്ടുള്ള ധാരാളം ആൾക്കാരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു. ഈ ടോക്സിക് ബോയ്സും മറ്റുമൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതുണ്ടാകുന്നത് എന്നാന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ അവരിൽ എമ്പതിയും കമ്പാഷനും ആരും പഠിപ്പിച്ചില്ല. കാരണം ഇത് ചുമ്മാ ഒരു ലെസൺ പോലെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതൊരു അനുഭവത്തിൽ നിന്ന് വരേണ്ട ഒരു റിഫ്ലക്ഷനാണ്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് അത് വളർന്നു വരുന്ന സമയത്ത് അതിൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ വേദനകൾ, അവൻ്റെ പേടികൾ, അവൻ്റെ ആകുലതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഒരു കുഞ്ഞ് വളരുമ്പോൾ അവനുണ്ടാവുക. ഇതിനോടൊക്കെ നമ്മളെങ്ങനെയാണ് പ്രതികരിച്ചത്? കമ്പാഷനേറ്റായിട്ട്, എമ്പതറ്റിക്കലായിട്ടാണോ നമ്മൾ പ്രതികരിച്ചത്? അങ്ങനെ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളോട് നമ്മൾ അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ വളർച്ചാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ ഇൻസെക്യൂരിറ്റീസിന് വേണ്ടിയൊക്കെ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുമ്പോഴാണ് അവർ വളർന്നു വരുമ്പോൾ അവർ കമ്പാഷനേറ്റ് എമ്പതറ്റിക്കലും ഒക്കെ ആവത്തുള്ളൂ. ഇത് ചെറിയ പ്രായത്തിൽ അവരുടെ വേദനകളെയും വിഷമങ്ങളെയും ഒന്നും നമ്മൾ കണ്ടില്ല. കാരണം നമ്മൾ അന്നേരവും നമ്മുടെ വേദനയും നമ്മുടെ പ്രശ്നവും നമ്മുടെ ഫ്രസ്ട്രേഷൻസും ഒക്കെ വെന്റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ ഉന്നതമായ മെൻ്റൽ ഹെൽത്ത് ഉള്ളവരുടെ മക്കളിലാണ് ഈ ഇമോഷൻസും ഇമോഷണൽ ഇൻ്റലിജൻസും കമ്പാഷനും എമ്പതിയും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉയർന്ന മാനസിക നിലയുള്ള മാതാപിതാക്കൾ, ഉയർന്ന മാനസിക നിലയുള്ള അധ്യാപകർ, അവരൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വേദനകളും ആകുലതകളും സ്വപ്നങ്ങളും ഒക്കെ ഒപ്പിയെടുക്കും. അതിനെ മനസ്സിലാക്കി അവരോട് പെരുമാറും. ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. ഇത് പലപ്പോഴും അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ബോയ്സ് പലരും വളർന്നു വരുമ്പോൾ അവർക്ക് ആരുടെയും വികാരങ്ങൾ ഒരു വികാരമല്ല, അവർക്ക് ആരുടെയും വിഷമം ഒരു വിഷമമല്ല, അവർക്ക് ആരോടും ഒരു അനുകമ്പയില്ല. ഞാനും എൻ്റെ കൊഴുമന്തിയോ എന്ന് പറഞ്ഞ് അവരിയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അവരെ സെൽഫിഷാക്കി മാറ്റുന്നത് നമ്മൾ തന്നെയാണ്. അതുപോലെ ചില കുട്ടികളൊക്കെ ഉണ്ട്, അവർ വളരെ പ്രോ സോഷ്യലാണ്. അവരെല്ലാവരെയും സഹായിക്കാൻ പോകുന്നു, അയലത്തുകാരുടെയൊക്കെ വീട്ടിൽ എന്താവശ്യമുണ്ടെങ്കിലും പോകുന്നു. അത്തരം കുട്ടികളെയൊക്കെ നമ്മൾ പറഞ്ഞ് വിലക്കും. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ത് കാര്യം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പേരൻറ്റിങ് ക്ലാസ്സിൽ ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞാണ്, സാറേ അവനൊരു ഷൂസ് വാങ്ങിച്ചു കൊടുത്താൽ അതില്ലാത്ത കുട്ടികൾക്ക് അവൻ കളിക്കാൻ കൊടുക്കും, അടുത്ത വീട്ടിലെ കുട്ടിക്ക് അവൻ്റെ പേന കൊടുക്കും, പിന്നെ ക്ലാസ്സിൽ വരാത്ത കുട്ടികൾക്ക് നോട്ട്സ് എഴുതാനായിട്ട് അങ്ങനെ എല്ലാവരെയും സഹായിച്ചങ്ങ് നടത്തുക. അപ്പോൾ ആ അമ്മയുടെ ടോൺ തന്നെ എല്ലാവരെയും സഹായിച്ചങ്ങ്
നിൽക്കുകയാണ്, അവനൊരു ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല, അവനെല്ലാവരെയും ഇങ്ങനെ സഹായിച്ച് നടക്കുകയാണ്, അവൻ്റെ കാര്യം നോക്കുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കുട്ടിയിലുള്ള നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം അവൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഷ്യലായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായി ജീവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന നന്മയുള്ളൊരു കുഞ്ഞാണ്. പക്ഷേ അതിന് വേണ്ട ഒരു എൻകറേജ്മെൻ്റ് അല്ല വീട്ടിൽ കിട്ടുന്നത്. അപ്പം വീട്ടിൽ അങ്ങനെ ഒരു കുട്ടിയെ ആയിരുന്നില്ല വേണ്ടത്. സ്വന്തം കാര്യം മാത്രം നോക്കി ഫുൾ ടൈം സ്വന്തമായിട്ട് സെൽഫ് സെൻറ്റേർഡായിട്ടിരുന്ന് അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളെയാണ് ആവശ്യം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാളെ ഈ സോഷ്യലായിട്ടുള്ള കുട്ടികൾ നാളെ സമൂഹത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ അനുഗ്രഹമായിട്ട് മാറും. നേരെ മറിച്ച് അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്ന കുട്ടികളാണ് ഇന്ന് പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവർക്ക് പേരൻസ് എന്താവുന്നു, സഹോദരങ്ങൾ എന്താവുന്നു, അവൻ്റെ നാട് എങ്ങനെയാവുന്നു, അവൻ്റെ രാജ്യം എങ്ങനെയാവുന്നു, ഇതൊന്നും അവരുടെ ചിന്തയിലില്ല. അവരുടെ പിക്ചറിലേ അതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ ഉള്ള, ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെടാനും എല്ലാ വീട്ടിലും പോയി എല്ലാവരെയും സഹായിച്ചുമൊക്കെ നടന്ന ഒരാളാണ്. പക്ഷെ അതിനെ ഡിസ്കറേജ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇതുപോലുള്ളൊരു മേഖലയിലൊന്നും വന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. എത്ര സമയം വേണേലും സമൂഹത്തിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ ഒരു മടുപ്പുമില്ല. ഞാൻ ക്ലാസ്സൊക്കെ 2 മണിക്കൂറൊക്കെ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ആൾക്കാർ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, ഓരോരുത്തരും എന്നെ വന്ന് കാണാൻ. ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാണ്. 2 മണിക്കൂറൊക്കെ ഒരു ലൈവായിട്ട് ക്ലാസ്സൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി ടയേർഡാണ്. പക്ഷെ എങ്കിലും ആ കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ അവരുടെയൊക്കെ എന്തെങ്കിലും വേദനകളോ പ്രയാസങ്ങളോ വിഷമങ്ങളിലോ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ എനിക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ കൊടുത്തിട്ടേ ഭക്ഷണം പോലും കഴിക്കാൻ പോകാവുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ വേദിയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2 ദിവസവും ഞാൻ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ആ സ്റ്റേജിൽ തന്നെ ഇരുന്നു. ഒരുപാട് പേര് എന്നെ വന്ന് കണ്ടു. അവർ സന്തോഷത്തോടെ തിരിച്ചുപോയി. അത് ചെറിയ പ്രായത്തിൽ എന്നെ ആ സമൂഹത്തിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ചെയ്തപ്പോൾ ആരും ഡിസ്കറേജ് ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ അതൊക്കെ മോശപ്പെട്ട കാര്യമാണ്, അവനവൻ്റെ കാര്യം മാത്രമാണ് അവനവൻ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറാക്കാനും എൻജിനീയറാക്കാനും വേണ്ടി നമ്മുടെ കുട്ടികളെയൊക്കെ അവരവരിലേക്ക് തന്നെ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് തിരിച്ചു നിർത്തുമ്പോൾ ഒരു കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ, എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ചിലപ്പോൾ അവരായെന്നിരിക്കും, പക്ഷേ സമൂഹത്തിനൊന്നും അവരെ കൊണ്ട് വലിയ ഗുണങ്ങളുണ്ടായെന്ന് വരില്ല. അപ്പോൾ കുറച്ച് കുട്ടികളെങ്കിലും സോഷ്യലായിട്ട് ഈ സമൂഹത്തിലൊക്കെ ഉണ്ട്. അവരെ അങ്ങനെ ആകാൻ നമുക്ക് നിലനിർത്തണമെങ്കിൽ, അവരെ കമ്പാഷനേറ്റായിട്ട് എമ്പതറ്റിക്കലായിട്ടൊക്കെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വലിയൊരു എൻകറേജ്മെൻറ്റ് ആ കാര്യത്തിൽ നമുക്ക് ആവശ്യമാണ്. പേരൻറ്റിങ് ക്ലാസ്സുകളൊക്കെ ഫലപ്രദമായി നടത്താൻ പറ്റുന്ന ഏക സ്ഥലം സ്കൂളുകളാണ്. സ്കൂളുകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ളൊരു ദർശനമൊക്കെ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കുട്ടികളുടെ മുമ്പോട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമൊരു സംശയമില്ല. പക്ഷേ പലപ്പോഴും ഈ പേരൻറ്റിങ് ക്ലാസ്സിനൊക്കെ പേരൻസിനെ വിളിക്കുമ്പോൾ ഈ അമ്മ മാത്രമാണ് പേരൻ്റ് എന്നുള്ളൊരു ധാരണയാണ് നമ്മുടെ സമൂഹത്തിൽ. ഒരു 10% പുരുഷന്മാർ അത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ നമുക്ക് അത്തരം ക്ലാസ്സുകളിലെ ലേണിങ്ങിലൂടെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ക്ലാസ്സുകൾ മികച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം പേരൻസിന് കിട്ടും, അതിലൂടെ മക്കൾക്കും കിട്ടും, ഒരു സംശയമില്ല. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആൺകുട്ടികളെ സംബന്ധിച്ച് ഇന്ന് അവർ വളരെ നേരത്തെ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു എന്നുള്ളൊരു വാസ്തവമുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലും ഫോണിലുമൊക്കെ അവർ പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ പേഴ്സണാലിറ്റി വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയണം. അവരുടെ വ്യക്തിത്വ വികസനം, അവരെ കുറച്ചുകൂടെ വലിയ രീതിയിൽ കാര്യങ്ങളൊക്കെ കാണാനും കുറച്ചുകൂടെ ലോകത്തെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും, എന്താണൊരു ഒരു നല്ലൊരു പേഴ്സണാലിറ്റി, എങ്ങനെയാണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാളായി മാറുന്നത്, അത് വെറും മെറ്റീരിയലോ പണമോ വണ്ടിയോ ബൈക്കോ ഒന്നും അല്ലെന്നും അതിനൊക്കെ അപ്പുറത്തേക്ക്. അപ്പോൾ അങ്ങനെ വളരെ ഉന്നതമായ വ്യക്തിത്വം എന്താണെന്ന് ചെറിയ പ്രായത്തിലെ കാണാൻ അവർക്ക് അവസരങ്ങളുണ്ടാകണം. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഒരു വർഷത്തിൽ എല്ലാ മേഖലയിലുമുള്ള ഒരു 10 പേരെയെങ്കിലും മികച്ച വ്യക്തിത്വങ്ങളെയൊക്കെ സ്കൂളുകളിലൊക്കെ കൊണ്ടുവരാനും ടീനേജ് കുട്ടികൾക്കൊക്കെ അത്തരം ആൾക്കാരെയൊക്കെ കേൾക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നല്ല ദർശനമുള്ള സ്കൂളുകൾ ചെയ്യും. തീർച്ചയായിട്ടും അത് ചെയ്യണം. പലപ്പോഴും അതുണ്ടാകുന്നില്ല. കാരണം വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാരെ വിവിധ മേഖലകളിൽ നിന്നൊക്കെ കൊണ്ടുവരികയും കുട്ടികളെ ഒരു 1 ഹവറെങ്കിലും അങ്ങനെയുള്ളവരെയൊക്കെ ഒരു സ്കൂൾ ദിവസം ഒന്ന് അഡ്രസ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് അവരുടെ ചിന്താധാരയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ,
ഇതൊക്കെയാണ് ഒരു നല്ല മാൻ എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. ആരാണൊരു ശക്തനായ മനുഷ്യൻ, ആരാണൊരു ശക്തനായ പേഴ്സണാലിറ്റി എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ തന്നെ അവരെ ആന്തരികമായി നമ്മൾ ശക്തീകരിക്കണം. ആന്തരികമായി ശക്തീകരിക്കുമ്പോൾ അവർ പിന്നെ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കുറയും, പിയർ പ്രഷറിൽ പെട്ടുപോകാതിരിക്കാനുള്ള സാധ്യതകൾ കുറയും. മാത്രമല്ല അവരിലൊക്കെ വലിയ ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിയും. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ എ സ്മോൾ എയിം ഈസ് എ ക്രൈം. അതാണ് ഇന്ന് ആൺകുട്ടികളിലെല്ലാം സംഭവിക്കുന്നത്. എങ്ങനെങ്കിലും കാനഡയിൽ പോവുക, എങ്ങനെങ്കിലും UK പോവുക, ഇതൊന്നും ഒരു ലക്ഷ്യമല്ല. എങ്ങനെങ്കിലും ഒരു എഞ്ചിനീയർ ആവുന്നൊന്നും ഇനി ലക്ഷ്യമല്ല. നേരെ മറിച്ച് അവർക്ക് അവരെ കണ്ടെത്താനും അവരുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് രൂപാന്തരപ്പെടാനും ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ അവരിൽ നിന്ന് ലോകത്തിന് ലഭിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവണമെങ്കിൽ അവരെ നമ്മൾ ആ രീതിയിലേക്ക് അവരുടെ കാഴ്ചപ്പാടുകളെ ഉയർത്തിക്കൊണ്ടുവരണം. വിദ്യാഭ്യാസത്തിൻ്റെ വില എന്താണെന്ന് അവരറിയണം. എന്താണ്, വാട്ട് ഈസ് ദ പവർ ഓഫ് റിയൽ എഡ്യൂക്കേഷൻ? ഇന്ന് നമ്മൾ കുറച്ച് ലിറ്ററസി മാത്രം കൊടുത്തിട്ട് അവർക്ക് ആ വിദ്യാഭ്യാസത്തിൻ്റെ വില അറിയില്ല. കാരണം കുറേ പരീക്ഷ, കുറേ അതിൻ്റെ പേരിലുള്ള വഴക്കുകൾ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റുകളെയും അതിൻ്റെ സാധ്യതകളെയും ഓരോന്നും പഠിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന മാറ്റങ്ങളെയും ഒക്കെ അവർക്ക് തിരിച്ചറിയാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അറിവ് കൂടുന്തോറും അവരിലുണ്ടാവുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഉയർച്ചയും ആത്മാഭിമാനത്തിൻ്റെ ഉയർച്ചയും ഒക്കെ പ്രതിഫലനം അവർക്ക് കാണാനും അനുഭവിക്കാനും കഴിയണം. ഇത് ചുമ്മാ ഒരു പരീക്ഷയിലൂടെ, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിലൂടെ മാത്രം അവരെ വിലയിരുത്തുന്നു. അതിൽ മാർക്ക് കിട്ടുന്നവൻ കൊള്ളാം, മാർക്ക് കിട്ടാത്തവൻ കൊള്ളത്തില്ല, അങ്ങനെയല്ല. അപ്പോൾ അവരുടെ ഓരോ ടാലൻറ്റിനും വാല്യൂ ഉണ്ട്. ഇപ്പോൾ ടെക്നിക്കലായിട്ട് കഴിവുള്ള ഒരു കുട്ടി, അവൻ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും. ആ കുട്ടിക്ക് വലിയ വാല്യൂ ഉണ്ട്. അവൻ ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും. നമ്മളൊരു റോഡിൽ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിനെയും ഓട്ടോമൊബൈൽ ഡിസൈനറിനെയും സയൻറ്റിസ്റ്റിനെയും ഒന്നും അല്ല വിളിക്കുന്നത്. നമ്മൾ അന്നേരം വിളിക്കുന്നത് എപ്പോഴും അത് റിപ്പയർ ചെയ്യാൻ അറിയാവുന്ന ഒരു മെക്കാനിക്കിനെയാണ്. ഒരു മെക്കാനിക്കിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനെ അല്ല കൊണ്ടുവന്നാൽ മിക്കവാറും നമ്മൾ ഇരുട്ടത്ത് തന്നെ കിടന്നുറങ്ങേണ്ടി വരും. ആ സമയത്ത് നമ്മൾ വിളിക്കുന്നത് നല്ലൊരു ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ഓരോ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. ഓരോന്നിലൂടെയും നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് എക്സലൻസ് സൃഷ്ടിക്കാനായിട്ട് പറ്റും. ഏത് മേഖലയിൽ എന്ത് ജോലിയിലും നമുക്ക് ഒരു എക്സ്പേർട്ട് ആകാൻ പറ്റും, ഒരു എക്സലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. അതാണ് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം. അങ്ങനെയാണ് ഒരു വീട്ടിലെ ഓരോ കുഞ്ഞിനും വാല്യൂ കൊടുക്കുന്നത്. കുട്ടികൾ പലതരത്തിലുള്ള കുട്ടികളായിരിക്കും, പല കാര്യങ്ങൾക്കും മിടുക്കരായ കുട്ടികളായിരിക്കും. പക്ഷേ ആ കുട്ടികൾക്കെല്ലാം വലിയ വാല്യൂ ഉണ്ടെന്നും വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ വാല്യൂ കൂട്ടിക്കൊണ്ടുവരാമെന്നും ഒക്കെ അവർ തിരിച്ചറിയുമ്പോൾ അതിനൊക്കെ വലിയ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു അഫെയറായി വിദ്യാഭ്യാസം മാറും. അതുപോലെ അവരെ സംബന്ധിച്ച് അവരെ കണ്ടെത്താൻ, അവരിലെ സ്പെഷ്യാലിറ്റി, അവരിലെ യുണീക്നെസ്, അവരിലെ കഴിവുകൾ കണ്ടെത്താൻ, അത് ബെസ്റ്റായിട്ട് ലോകത്തിന് കൊടുക്കാൻ വേണ്ട കാഴ്ചപ്പാടുകൾ, വേണ്ട ദർശനം, നല്ല കരിയർ ഗൈഡൻസ്, നല്ല കൗൺസിലിംഗ്, ഇതൊക്കെ ആൺകുട്ടികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെൺകുട്ടികൾക്ക് ഇതെല്ലാം വേണം. പക്ഷേ ഞാനിപ്പോൾ ആൺകുട്ടികളുടെ കാര്യം പറയുന്നതുകൊണ്ട് എടുത്തു പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ച് അവരെ ഡിസ്ട്രാക്റ്റഡ് ആകാൻ പെൺകുട്ടികളെക്കാളും കൂടുതൽ ചാൻസ് ആണ്. കാരണം അവർക്ക് പുറത്തൊക്കെ പോയി പലരുമായിട്ടും കൂടാനും വളരെ നേരത്തെ തന്നെ പിയർ ഗ്രൂപ്പിലൊക്കെ ചെന്ന് പെടാനും മൊബൈൽ ഫോണൊക്കെ നേരത്തെ തന്നെ എക്സ്പോസ്ഡ് ആവാനും ഒക്കെ അവസരം കിട്ടുന്നതുകൊണ്ട് അവർ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് തെറ്റിപ്പോകുന്നതിന് വേണ്ടി അവരെ കൺട്രോൾ ചെയ്ത് നിർത്തുകയല്ല വേണ്ടത്, അവരെ ഇൻറ്റേർണലി സ്ട്രോങ് ആക്കി ലോകത്തെ നേരിടാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അവരെ വേൾഡ്ലി സ്മാർട്ടാക്കി മാറ്റുക, അല്ലെങ്കിൽ സോഷ്യലി ഇൻ്റലിജൻ്റ് ആക്കി മാറ്റുക. ഇതെല്ലാം വളരെ ആവശ്യമാണ്. ഇതിന് പേരൻസ് നന്നായിട്ട് പഠിക്കേണ്ടി വരും. പേരൻസ് അതിനുവേണ്ടി നല്ല തയ്യാറെടുപ്പുകൾ നടത്തേണ്ടി വരും. ഒരുപാട് സാക്രിഫൈസ്, ഒരുപാട് ടൈമൊക്കെ അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു 12 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിതാക്കന്മാർ ആൺകുട്ടികളുമായിട്ട് കൂടുതൽ സംഭാഷണത്തിലേക്കും ചർച്ചകളിലേക്കും വരണം. കൂടുതൽ അവരുമായിട്ട് സമയം ചിലവഴിക്കണം, കൂടുതൽ അവരോടൊപ്പം യാത്ര ചെയ്യണം, അവരുടെ മനോവ്യാപാരങ്ങളൊക്കെ അറിയണം, അവരുടെ ചിന്താധാരയിലൊക്കെ കൃത്യമായി നമ്മൾ ഇടപെടുകയും വരുത്തേണ്ട കറക്ഷൻസൊക്കെ വരുത്തുകയും ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വളരെ പവർഫുള്ളായിട്ട് മാറും. അവരെ വാണ്ടഡ് ആണ്, ലൗഡ് ആണ്, അവരെ വേണ്ടതാണ്, അവർക്ക് വാല്യൂ ഉണ്ട്, അവർ പോസിബിലിറ്റി ഉള്ളവരാണ് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അവരൊരിക്കലും മോശപ്പെട്ട വഴിയിലേക്ക് പോവില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം നമ്മൾ 50K ഫോളോവേഴ്സായി.
ഒരിക്കലും ഇത് തുടങ്ങിയപ്പോൾ ചിന്തിച്ച ഒരു കാര്യമല്ല. അത് അച്ചീവ് ചെയ്യാൻ എന്നെ സഹായിച്ചത് നിങ്ങളെല്ലാവരുമാണ്. ഇത് ഈ 50Kയിൽ നിന്ന് ഒരു 100Kയിലേക്ക് പോകാൻ ഒരു പ്രയാസമില്ല. നിങ്ങളെല്ലാവരും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്താൽ തന്നെ ഇത് ധാരാളം ആൾക്കാരിലേക്ക് എത്തുകയും ഇത് കുറച്ചുകൂടെ ആൾക്കാരുടെ ഒരു എഡ്യൂക്കേഷന് വേണ്ടി ഒരു ടൂളായി മാറുകയും ഒക്കെ ചെയ്തൊരു വലിയ കമ്മ്യൂണിറ്റിയാണ്. ധാരാളം ചർച്ചകളൊക്കെ ഈ കമ്മ്യൂണിറ്റി നടക്കുന്നു. ഇതിലെന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ ഹെൽപ്പ് വേണം. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഹാപ്പി ലിവിങ്.